കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഈ വൈശാഖ പുണ്യത്തിൽ എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം തുടരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. നിർഗുണോപാസകത്വം വശമല്ലെന്നാകിലും സഗുണാത്മകനാകുമെന്നെ സ്വർഗാദികാമ്യം. ഇവ കൂടാതെ ഭക്തി സിദ്ധ്യർത്ഥം ഭക്തി ജ്ഞാന വഴിയും പാർത്തു സേവിപ്പവനും എന്റെ ഗുണവർജിത വർണ്ണനത്തെ മോക്ഷബന്ധങ്ങൾ ഭേദസജ്ജനായി മൽഭക്തിയിൽ പരിചൽപ്പിച്ചു കൊള്ളും. വിവിധ വേദാന്ത സാരാർത്ഥ വാക്യങ്ങൾ കേട്ടിട്ടവനും നിർഗുണാത്മാവിങ്കൽ വൈരവുമില്ല. ഗുണകാമികളായിട്ടെന്നെ സേവിപ്പവർക്കും ഗുണവർജിത വാക്യരസമല്ലെന്നാകിലോ നിർഗുണോപാസനയാൽ സഗുണമായവനും സ്വർഗാദി സർവകാമ്യ ഫലവും വേണമെങ്കിൽ ആയതു വരുമെന്നു ചൊല്ലുന്നു വേദമതും. ആയതുകൊണ്ടു മോർത്താൽ നിർഗുണ സഗുണത്തിനേതുമേ വിരോധത്തിനവകാശവുമില്ല. ആയതുകൊണ്ടു സഗുണോപാസം നിർഗുണവും മായയാ സേവിക്കാതെ രണ്ടിനും വിരുദ്ധനായാൽ അവനൊരു ഗതിയില്ല. കാമവും വരാ, കായവും നന്നായി വരാ, ജന്മവും നന്നായി വരാ, ദേഹാഭിമാനം പോക ഹീനജന്മവും വരും. തന്നുടെ അഭിമാനം പോകണമെന്നാകിലോ ദേഹാഭിമാനം പോകാനാകുന്നതുപാസന. പിന്നെ ഒന്നിനെ മേലെ സാക്ഷിയായി സേവിക്കണം. എന്നാൽ ജന്മവും മേന്മേലേറെ ചെന്നന്യമില്ല. തന്നോട് ചേർന്ന സംസാരമുടൻ തീരും നൂനം. സഗുണസേവൻ സഗുണാത്മകനുടൻ ജന്മസ്വഗത ഗുണധർമ്മമിവയും അറിയണം. പാദാദി കേശാന്തവും കേശാദി പാദാന്തവും ആദരാലനുലോമ പ്രതിലോമവുമായിട്ടറിഞ്ഞു ഗുണമൂർത്തി തന്നെ ഗുണത്തിന്റെ
വിരഹമതും നന്നായോർത്തു സേവിക്ക വേണം. നിർഗുണോപാസകനും നിർഗുണത്തിങ്കൽ നിന്നു വിഗത ഗുണജാതമധ്യാരൂപാധിമാർഗ വിവരമറിഞ്ഞധ്യാരൂപത്തിനടക്കമാം അപവാദത്തെ കാര്യകാരണമായടക്കി നിർഗുണത്തിങ്കൽ ചേർത്തു പ്രതിലോമാനുലോമം ജഗത്താദിയെ ചിന്തിച്ചഴിച്ചു സേവിക്കേണം. സഗുണമാകുന്നതു മായാനുകൂലമെന്നു മധു മോചിച്ചാൽ ബ്രഹ്മം നിർഗുണമെന്നേയുള്ളൂ. മായയാ സഗുണവും നിർഗുണം ബ്രഹ്മമെന്നു വേദം ചൊല്ലുന്നതോർത്താൽ സഗുണം ബ്രഹ്മമല്ലോ. ബ്രഹ്മലക്ഷണം സഗുണത്തെ കൽപ്പിക്കുമ്പോൾ നിർമ്മല സഗുണവും നിർഗുണമെന്നേ വരൂ. ആയതുകൊണ്ടു സഗുണോപാസം നിർഗുണവും ജ്ഞേയമാരണ്ടം ജ്ഞാനി ഭക്തനോ ഭേദമില്ല. സഗുണോപാസനയും നല്ലതെന്നതേ വേണ്ടു. സഗുണം സാരൂപ്യമാം ജ്ഞാനത്താൽ അതു കണ്ടാൽ നിർഗുണം ബ്രഹ്മയോഗമതു സായുജ്യമുക്തി. സഗുണ നിർഗുണങ്ങൾ രണ്ടും കൽപ്പിച്ചു സേവിപ്പവനും എന്നെ തന്നെ ജ്ഞാനമായി കണ്ടാലപ്പോൾ സമസ്തമാത്മമയമവനുമെങ്കിൽ ചേർന്നു സമസ്ത ജ്ഞാനഭക്തി കർമ്മ സാഫല്യം വരും. അധികാരികൾ ഭേദം കൊണ്ടു ദോഷവും ഗുണം വിധിക്കുന്നതു രണ്ടായി വേദങ്ങളിത്തമതിൽ ശുദ്ധിയും അശുദ്ധിയും ഗുണവും ദോഷം ശുഭം. ശുദ്ധമല്ലാതൊരശുഭമതുമാചാരവും ഭേദമായി വിധിച്ചതിൻ സാരം ചൊല്ലുവൻ കേൾക്ക. വേദിച്ചിടുതു ദ്വൈത സന്ദേഹം തീരും ഹൃദയം. എത്രയും സമാനമായിരിക്കും വസ്തുക്കളിൽ ശുദ്ധി എന്നതുകൊണ്ടിട്ട് ശുദ്ധി വിധിക്കുന്നു. ശുദ്ധി എന്നതുകൊണ്ടിട്ട് ശുദ്ധി വിധിക്കുന്നു. സമത്വം ശുദ്ധിഭേദമാകുന്നത് ശുദ്ധിയും സമത്വമായാലേതും അശുദ്ധിയില്ലയല്ലോ. ഓ ഓ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹേശാം. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ ഭരാതം
വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭു ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭു ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭു. ഓം കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി നാരായണാദേതി സമർപ്പയാമി സർവം നാരായണായാദേതി സമർപ്പയാമി നാരായണാദേതി സമർപ്പയാമി. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം തുടരും നാളെ. നമസ്തേ.